إلى حضرة روح نبيك مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وإلى حضرات أرواح مشايخنا وأساتذتنا وجميع المسلمين والمؤمنين والمؤمنات. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. ആമീൻ. നമ്മുടെ ജമ്മിന്റെ രണ്ടാം ഭാഗമായ ജമ്മിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഇന്നത്തെ രാവിന്റെ പുണ്യം കൊണ്ട് ഞാൻ പ്രവേശിക്കുന്നത്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് 1000 സ്തുതികൾ. അൽഹംദുലില്ലാഹ് ഫബറ. ഇതിലെ പോരായ്മകൾ, ന്യൂനതകളും ചൂണ്ടിക്കാണിച്ച് തിരുത്തിത്തരുന്നതോടൊപ്പം തന്നെ ഞാൻ പഠനത്തിന് വേണ്ടി ആരംഭിക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് തഖ്സീസ് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ചുരുങ്ങിയ രീതിയിൽ ഇന്നലെ അതിനെ പ്രതിപാദിച്ചു. ബാക്കി ഇതാ തുടങ്ങുകയാണ്. വൽ ഹഖ് ജവാസുഹു. യഥാർത്ഥം തഖ്സീസ് ജായിസാണ്, അത് വിട്ടുകിടക്കാൻ പറ്റും. ഇലാ വാഹിദിൻ, ഒന്നിലേക്ക്. നിബന്ധനയുണ്ട്. ഇല്ലം യകുൻ ലഫ്ളുൽ ആമി ജംഅൻ. ആമായ പദം ജമ്മായി പദം വന്നിട്ടില്ല എങ്കിൽ, പദത്തിൽ ജമ്മല്ല അർത്ഥത്തിലെ ജമ്മുള്ളൂ. അപ്പൊ ആമായി വരുന്ന ആ പദം ജമ്മല്ല എങ്കിൽ ഒന്നിലേക്ക് അതിനെ തഖ്സീസാക്കാൻ പറ്റും. ആ തഖ്സീസ് ഒന്നിലേക്ക് വിട്ടുകിടക്കും. ഇത് യഥാർത്ഥമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ മൻ എന്ന് പറയുന്ന ഒരു ഇസ്മാണല്ലോ, അത് പദമായിട്ട് ലഫ്ള് ജമ്മല്ല, അർത്ഥത്തിലല്ലേ ജമ്മായി വരികയുള്ളൂ. അപ്പൊ പദമായി വന്ന ഈ ആമായ ഇസ്മ ജമ്മല്ലാത്തത് കൊണ്ട് അത് ഒരു ഫർദിലേക്ക് അതിനെ പ്രത്യേകമാക്കാൻ പറ്റും. അപ്പോ ഒരാളിലേക്ക് ചൂണ്ടിയിട്ട് ഒരാളെ വിചാരിച്ചിട്ട് മൻ എന്ന് പറയാം. അത് ഒരാളെ കൊണ്ടും തഖ്സീസാക്കാം. വൽ മുഫ്രദിൽ മുഹല്ല ബിൽ അലിഫി വല്ലാമി. അലിഫ്ലാമ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മുഫ്രദായ ഇസ്മ എന്ന് പറഞ്ഞാൽ അലിഫ്ലാമുള്ള ഇസ്മ. റജുൽ എന്നെടുക്കാം. അതും ലഫ്ളിയായ നിലക്ക് ജമ്മല്ലല്ലോ, മാനവിയായ നിലക്ക് നോക്കുമ്പോൾ ജമ്മുണ്ടെങ്കിലും, റജുൽ നായക്കൊക്കെ പറയാൻ പറ്റുമെങ്കിലും അത് തന്നെ പറയാൻ പറ്റും. അലിഫ്ലാമ് കൊടുത്ത അർറജിൽ എന്ന് പറയുമ്പോൾ ജമ്മിന്റെ പദമല്ലാത്ത ആമായി വന്ന ആ പദത്തെ അറിയപ്പെട്ട ഒരാളിലേക്ക് മാത്രം ഉപയോഗിച്ചു. അവിടെ തഖ്സീസ് ഒരാളിലേക്ക് വന്നല്ലോ, അത് വരാം. പക്ഷേ ആമായി വന്ന ആ പദം ജമ്മാവരുത് എന്ന് മാത്രം. വഇലാ അഖല്ലിൽ ജംഇ. അഖല്ലുൽ ജം, ജമ്മിലേറ്റവും ചുരുങ്ങിയതിലേക്ക് തഖ്സീസ് ജവാസാണ്. അഖല്ലുൽ ജം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സലാസത്ത് ഔ ഇസ്നൈനി, 2 ആളായാലും 3 ആളായാലും അഖല്ലുൽ ജമ്മായി. ഈ അഖല്ലുൽ ജമ്മിലേക്കും എന്താവാം? തഖ്സീസ് വിട്ടുകിടക്കാം. ജായിസാണ്. ഇൻകാന, ആമിന്റെ പദം ജമ്മായി വന്നിട്ടുണ്ട് എങ്കിൽ അത് ലഫ്ള് തന്നെ ജമ്മാണ്. അത് ഉദാഹരണം കൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുസ്ലിമീന, മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ പദമായി തന്നെ അത് ബഹുവചനമാണല്ലോ. മുസ്ലിമി എന്നതിന്റെ ജമ്മല്ലേ മുസ്ലിമീന, മുസ്ലിമത്ത് എന്നതിന്റെ ജമ്മല്ലേ മുസ്ലിമാത്ത്. ഇങ്ങനെ ജമ്മിന്റെ പദമായി വന്നു ആമിന്റെ ലഫ്ള്. ഇങ്ങനെ വരികയാണ് എങ്കിൽ അഖല്ലുൽ ജമ്മിലേക്ക് അതിന്റെ തഖ്സീസ് വിട്ടുകിടക്കാൻ പറ്റും. അതാണ് യഥാർത്ഥം. ഇനി അതിന്റെ എതിരഭിപ്രായങ്ങൾ നമ്മൾക്ക് പരിശോധിക്കാം. വഖീല, അഭിപ്രായപ്പെട്ടിരിക്കുന്നു, യജൂസു ഇലാ വാഹിദിൻ മുത്ലഖൻ. ഇവിടെ ആമായ പദം ജമ്മാവണമെന്നോ ജമ്മാവാതിരിക്കണമെന്നുള്ള നിബന്ധനയൊന്നും ഇവിടെയില്ല.
നിരുപാധികമായി കൊണ്ടെന്ത് ചെയ്യാം, ഒന്നിലേക്ക് തന്നെ അതിന്റെ തഖ്സീസ് പറ്റും എന്നുള്ളതാണ് ആ അഭിപ്രായം. അങ്ങനെ ആ ഖീലക്കാർക്ക് പറയാനുള്ള ന്യായം എന്താന്ന് ചോദിച്ചാൽ, നളറൻ ഫിൽ ജംഇ, ബഹുവചനത്തിൽ നോക്കുമ്പോൾ, ഇലാ അന്ന അഫ്റാദഹു, ആ ബഹുവചനത്തിന്റെ തഹത്ത് നിൽക്കുന്ന ഓരോ ഫർദുകള്, അതിന്റെ അഫറാദുകളെല്ലാം ആഹാദുൻ, ഓരോന്നോരോന്നല്ലേ. അങ്ങനെ നോക്കുമ്പോ അതിന്റെ അഫറാദുകളിലേക്ക് നോക്കുമ്പോൾ അത് ഓരോന്നോരോന്നാണല്ലോ. ഇതിലേക്ക് നോക്കുമ്പോൾ ജമ്മായാലും ഇല്ലെങ്കിലും ഒന്നിലേക്ക് വരാൻ പറ്റും എന്നാണ് ആ ഖീലക്കാര് പറയുന്ന ന്യായം. വശദ്ദൽ മൻഉ ഇലാ വാഹിദ് മുത്ലഖൻ, നിരുപാധികം ഒന്നിലേക്ക് തഖ്സീസ് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അത് ഷാദാണ്. നിരുപാധികം അവിടെ പറയുന്ന മുത്ലഖിന്റെ ഉദ്ദേശം ബി അല്ലാ യജൂസ ഇല്ലാ ഇലാ അഖല്ലിൽ ജംഇ മുത്ലഖ്, അഖല്ലിൽ ജമ്മാവുന്ന 2, 3 നമ്മൾ പറഞ്ഞല്ലോ. ആ അഖല്ലിൽ ജമ്മിലേക്ക് അല്ലാതെ ഒരിക്കലും വാഹിദിലേക്ക് പോവുകയില്ല, അഖല്ലിൽ ജമ്മിലേക്ക് പോവുകയുള്ളൂ. അത് മുത്ലഖ് നിലക്ക് എന്ന് പറഞ്ഞു. ആ വാക്ക് ഷാദാണ്, നിയമവിരുദ്ധമാണ്, അങ്ങനെയില്ല. അത് മറ്റൊരഭിപ്രായം. ഇനി വേറൊരു അഭിപ്രായം പരിശോധിച്ചാൽ കാണാം, വഖീല ബിൽ മൻഇ, വിട്ടുകടക്കുക എന്നുള്ളതില്ല, പറ്റില്ല തഖ്സീസ്. ഇല്ല അൻ യബ്ഖ ഗൈറ മഹ്സൂർ, ആമായി വന്ന പദം മഹ്സൂർ ക്ലിപ്തമാവാത്ത രൂപത്തിൽ അവശേഷിച്ചാൽ ഒഴികെ. അപ്പൊ ക്ലിപ്തമാവാത്ത രൂപത്തിൽ അവശേഷിച്ചാലോ, ആമായ പദം ക്ലിപ്തമല്ല, അങ്ങനെ വന്നാൽ അപ്പോൾ പറ്റും, ഇല്ലെങ്കിൽ പറ്റുകയില്ല എന്നാണ് ആ അഭിപ്രായം. വഖീല ഇല്ല അൻ യബ്ഖ ഖരീബു മിൻ മദ്ലൂലിഹി, ഇനി അങ്ങനെയുള്ള മറ്റൊരഭിപ്രായം പറയുന്നത് എന്താ പറയുന്നത്, ആമായി വന്നതായ പദമുണ്ടല്ലോ, ആം, അത് അവശേഷിക്കണം. അതിന്റെ ആമിന്റെ മദ്ലൂല് അഥവാ അർത്ഥത്തിനോട് അടുത്തതായി അവശേഷിച്ചാൽ ഒഴികെ. അങ്ങനെ അടുത്തതായി അവശേഷിച്ച് വരികയാണ് എങ്കിലോ അത് എപ്പോഴായിരിക്കണം എന്ന് ചോദിച്ചാൽ, അയൽ ആമി ഖബില തഖ്സീസി, ഈ ആമിനെ തഖ്സീസ് ആക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മദ്ലൂലിനോട് എന്ന് പറഞ്ഞ മാനയോട് അടുത്ത് വരണം ഈ ആമ്. അങ്ങനെ വരികയാണ് എങ്കിൽ അപ്പോഴേ തഖ്സീസ് പറ്റൂ. അപ്പൊ ആ തഖ്സീസ് വാഹിദിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ഖീലക്കാരുടെ അഭിപ്രായങ്ങൾ. ഇതെല്ലാം പറഞ്ഞതിന് മുമ്പായിട്ടാണ് ഹക്കവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ തഖ്സീസ് എന്ന് പറയുന്നത് ഒന്നിലേക്ക് പോവാം. പദപരമായിട്ട് ലഫ്ള് ആമായ വന്ന പദം ജമ്മല്ല എങ്കിൽ, ആമായി വന്ന പദം ജമ്മാണ് എങ്കിലോ അഖൽ ജമ്മിലേക്കും തഖ്സീസ് വിട്ട് കിടക്കാൻ പറ്റും. അതാണ് ഹഖ്. വൽ അഖീറാനി മുതഖാരിബാനി, അവസാനം പറഞ്ഞ 2 ഖൗല് അഥവാ ബിൽ മൻഇ ഇല്ലാ യബ്ഖ ഗൈറ മഹ്സൂർ ഒന്ന്, ഇല്ലാ യബ്ഖ ഖരീബും മിൻ മദ്ലൂലിഹി എന്ന് പറഞ്ഞ 2. ഇത് രണ്ടും ഏകദേശം കുറഞ്ഞ വ്യത്യാസമുള്ളൂ, അടുപ്പമുള്ളതാണ്. ഇനി വൽ ആമുൽ മഖ്സൂസു ഉമൂമുഹു മുറാദുൻ തനാവുലൻ ലാ ഹുക്മ, ഇവിടെ ആമായ പദം വന്നാൽ ആമായ പദത്തിൽ തഖ്സീസ് കൊടുക്കുന്ന വിഷയമാണ് ഉള്ളത്. ആ ഖാസാക്കപ്പെട്ട ആമ് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ ഉമൂമ് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതിലേതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഉപയോഗം നിലക്ക് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ലാ ഹുക്മൻ, ഹുക്മ നൽകല്ല എന്ന് പറഞ്ഞാൽ ലി അന്ന ബഅദൽ അഫ്റാദി ലാ യശ്മലുൽ ഹുക്മു നദറൻ ലിൽ മുഖസ്സസി, പ്രത്യേകമായി നിൽക്കുന്ന ഫർദുകളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ വിധി ബാധകമുള്ളൂ. മറ്റ് അഫ്റാദുകളിലേക്ക് ഈ വിധി ബാധകമല്ല, അത് ഉൾപ്പെടുത്തുകയില്ല എന്ന കാരണം കൊണ്ടാണ് തനാവല് പദമായി ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ ഫർദുകളെയും ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്, ഹുക്മ നൽകി ഉദ്ദേശിക്കപ്പെടുന്നില്ല. ഇതാണ് മഖ്സൂസായ ആമിന്റെ കോലം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അപ്പൊ ചുരുക്കത്തിൽ തഖ്സീസ് വന്ന ആ പദം ജമ്മല്ല എങ്കിൽ വാഹിദിലേക്കും, ജമ്മാണ് എങ്കിൽ അഖൽ ജമ്മിലേക്കും അതിന്റെ തഖ്സീസ് പറ്റും. അതിനെതിരായി വന്ന അഭിപ്രായങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു.
പിന്നെ മഖ്സൂസാക്കി വന്ന ആമായ പദത്തെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഏതെല്ലാം ഉൾപ്പെടുത്തും അത് മുഴുവനും അതിൽ ഉൾപ്പെടും. അതെല്ലാം ഉദ്ദേശമുണ്ട്, അതിനൊന്നും മുഴുവല്ല. ഹുക്കം എന്നൽക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചില ഫർദുകൾക്ക് അത് ബാധകമല്ല, ചില ഫർദുകൾക്ക് അത് ബാധകമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെട്ടു. ആ പദം ഉപയോഗിക്കുന്ന സമയത്തെല്ലാം മുശ്രിക്കും അത് ബാധകമാണ്. കൊല്ലുക എന്ന് പറഞ്ഞ വിധിയിൽ നിന്ന് ദിമ്മി ഒഴിവാക്കി. അതാണ് ഹുക്കം എന്നൽക്കല്ല, തനാവ് എന്നൽക്ക് അതിന്റെ ഉമൂമിനെ ഉദ്ദേശിക്കപ്പെടുന്നത്. തഖ്സീസാക്കപ്പെട്ട ആം എന്നതുകൊണ്ട് ഉദ്ദേശം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതിൽ വന്നതായ എല്ലാ പാകപ്പിഴവുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നല്ല നിലയിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ദുആയിരക്കണം എന്ന വസിയത്തോടുകൂടി ഞാൻ ഈ വോയിസ് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തെറ്റുകൾ തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ചു തരണമെന്നും അപേക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.